നീ എന്ത് ചെയ്യാ? ഞാൻ നിന്നെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യേ, പെട്ടെന്ന് തന്നെ അമ്മാവന്റെ തോട്ടത്തിലേക്ക് വാ. ഞാൻ മാത്രം എന്തിനാ കൺഫ്യൂഷൻ ആവുന്നേ? അവനെയും കൺഫ്യൂഷൻ ആക്കി കളെ. കൃഷ്ണവേണിയോ വസന്തിയോ, കൃഷ്ണവേണിയോ വസന്തിയോ. എടാ ബാല, നീ എന്താണ് അർജന്റായി വരാൻ പറഞ്ഞ? കൃഷ്ണവേണിയോ വസന്തിയോ. ശരി, നീ ആലോചിക്ക്, ഞാൻ പോവാ. നിക്ക്. പിന്നെ എന്താടാ? വേറൊന്നുമല്ലടാ, ഒരു ഭാഗത്ത് കൃഷ്ണവേണി പ്രേമിക്കുന്നു, ആ ഭാഗത്ത് വസന്തി പ്രേമിക്കുന്നു. രണ്ടുപേരിൽ ആരെയാ ഞാൻ കല്യാണം കഴിക്കണേ? കല്യാണോ? നീ അധികം ആലോചിക്കണ്ട, വാസന്തിയെ കല്യാണം കഴിച്ചോ. വസന്തിയെ? അതേടാ. കൃഷ്ണവേണി ഫീൽ എനിക്ക് യാതൊരു ഫീലിംഗും ഇല്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ വാസന്തിയെ തന്നെ കല്യാണം കഴിച്ചോ. നീ കല്യാണം കഴിച്ചില്ലെങ്കിലോ ഞാൻ വല്ലാതെ ഫീൽ ചെയ്യും. നീ അവളെ തന്നെ കല്യാണം കഴിക്കേ. ഒരു കാര്യം ചെയ്യട്ടെ, രണ്ടുപേരെയും കെട്ടിയാലോ? വായിലൊരു കുത്തു വെച്ചെന്നാണ്ടല്ലോ. വാസന്തിയെ കല്യാണം കഴിച്ചോ. കല്യാണം കഴിക്കല്ലോ അല്ലേ? കല്യാണം കഴിയാൻ പോവാണ് ഞാൻ. അങ്ങനെ എസ്കേപ്പ് ആവാൻ പോവാണ്. ഇത് ഞാന്, ഇത് വസന്തി. എടാ ബാല, എന്താണ് അങ്ങനെ കിടന്നുറങ്ങുന്നത്? ജോലിക്കൊന്നും പോകുന്നില്ലേ? പോകണം. അതിരിക്കട്ടെ, ഇതിനു മുമ്പ് ഡ്യൂട്ടിക്ക് എന്നോട് വരാൻ പറഞ്ഞ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോവും. ഇപ്പൊ എന്താ വലിഞ്ഞേറി വന്നിരിക്കുന്നത്? എടാ നീ എന്തൊക്കെയാ പറയുന്നത്? എന്റെ പ്രശ്നം നിനക്ക് അറിയാലോ. ശരി, അത് വിട്ടേക്ക്. നീ എന്താ പുറകിൽ മറച്ചു വെക്കുന്നേ? ഒന്നുമില്ല, കണ്ടില്ലേ, നോക്കിയോ. എന്ത്? ഒന്നുമില്ലേ? അപ്പൊ ഇതെന്താടാ? ഗിഫ്റ്റ്. ആർക്ക്? അവൾക്ക്. അവൾക്കെന്ന് വെച്ചാ? വസന്തിക്ക്. അവൾക്ക് എന്തിന്? ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. അവൾക്ക് ബർത്ത്ഡേ ഇതാണോ ചെവില് പറഞ്ഞ? ശരിക്കും പറയടാ, ബർത്ത്ഡേ ആണോ ഡെത്ത് ആണോ? നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ബർത്ത്ഡേ തന്നെയാ. ഓ, ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ? ഇത് തീർച്ചയായിട്ടും അവൾക്ക് ഇഷ്ടപ്പെടില്ലടാ. എന്തുകൊണ്ട് ഇഷ്ടപ്പെടില്ല? വസന്തിക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും. എടാ, ഇതെല്ലാം അവൾക്ക് ഇഷ്ടപ്പെടില്ലടാ. പ്രേതപ്പാവ, ദൃഷ്ടിക്ക് വെക്കുന്ന പാവ, കുട്ടിപ്പിശാചിന്റെ പാവ, അതൊക്കെ ഇഷ്ടം. പോയി വാങ്ങിക്കൊടുക്ക. നീ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയൂ. അല്ല, നീ ഈടായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രേതത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ധൃതി വെക്കണ്ടടാ, നീയും സംസാരിക്കും. 2 ദിവസം വെയിറ്റ് ചെയ്യ. ബാലരാജ്, എന്താ അത്? ഗിഫ്റ്റ്. ആർക്ക്? എനിക്കോ? ഇത് ഇവന്റെയാ. ഇത് എന്റെ ഒന്നല്ല, ഇവന്റെ തന്നെയാ. എന്തിനാ കള്ളം പറയുന്നത്? ഇത് നിന്റെ. എടാ, നീ വെറുതെ പറഞ്ഞ പറഞ്ഞ എന്റെ ഒന്നല്ല. എടാ, എന്താ ചെയ്യുന്നത്? ഒന്ന് പറ മോനെ, എന്താ നിന്റെ പ്രശ്നം? അമ്മായി, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണോ അറിയാതെ നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ബാലരാജ് എനിക്കുള്ളതാണെന്ന് എന്റെ വിശ്വാസം. എന്നാ ഇവിടെ എന്തോ തെറ്റായി നടക്കുന്നുണ്ട്. എന്ന ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാം, ഇവൻ കല്യാണം കഴിക്കുന്നത് എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു എന്നറിഞ്ഞ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് ഇവിടെ തൂങ്ങി ചാവുകയാണ്. ഇവളും ചത്തുപോയി പ്രേതാവാൻ പോവോ അത്രേ. ഇപ്പത്തെ ശപഥം എടുക്കുന്നു. നന്നായിട്ടുണ്ടല്ലേ? ഇത് കണ്ടോ, ഇത് ഞാന്, ഇത് ദേ അവള്. അവളെ നിനക്ക് എന്ത് ഇഷ്ടാടാ? ശരി, ഈ ഗിഫ്റ്റ് എങ്ങനെ നീ അവൾക്ക് കൊടുക്കുക? ഇത് കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മുറുകെ കെട്ടിപ്പിടിച്ചോന്ന് പറയും. കെട്ടിപ്പിടിച്ചോ. കൂടുതൽ കെട്ടിപ്പിടിക്കണ്ട, ഇത് കാടാണ്. എക്കോ കേക്കും, അത് മനസ്സിലാക്ക്. ഞാനിതിന് മനസ്സിലാക്കണം, അവള് മനസ്സിലാക്കട്ടെ. കാരണം ഞാൻ അവൾക്ക് ഉമ്മ കൊടുക്കാൻ പോകും. ഈ എന്റർടൈൻമെന്റ് ഉണ്ടോ അവിടെ? ആദ്യം നീ പോയി ഗിഫ്റ്റ് കൊടുക്ക്. പോയി ഗിഫ്റ്റ് കൊടുക്കടാ, പോ. അപ്പൊ അറിയാൻ നിനക്ക്. കുടുങ്ങി നീ പോടാ, ഞാൻ റെഡിയാവാ. എന്ത്? ഇതിനകത്ത് നാണവും വരുന്നുണ്ടോ? എടാ, നിന്റെ പണി തീരാൻ പോവാ. അല്പസമയത്തിൽ അറിയാടാ നിനക്ക്. എന്താ സർ ഇത്രയ്ക്ക് നാണിക്കുന്നത്? നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? പെട്ടെന്ന് താ. തരാം, ആദ്യം നീ കണ്ണടയ്ക്ക്. വേഗം കൊടുക്കണം, എനിക്ക് ടെൻഷൻ ആവാ. ഇപ്പൊ അവന് പണി കിട്ടാൻ പോവാ. എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും അവന് സത്യം മനസ്സിലാകും. എങ്ങനെയായാലും ശരി, ഇതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം.
വരൂ മേഡം വരൂ. കുട്ടി എന്റെ ഒക്കത്തിരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് പോയിക്കോളൂ. നിങ്ങൾ ഫീൽ ചെയ്യുന്നു വേണ്ട, ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാ പിള്ള മനസ്സ് പതറിപ്പോയത്. ഞാൻ ഇവനെ മാനേജ് ചെയ്ത് അയച്ചോളാം, നിങ്ങളിപ്പോ പോയിക്കോളൂന്നേ. ഡാ രാമസ്വാമി, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ. എടാ നീ വെറുതെ പേടിക്കണ്ട, ഇതൊക്കെ നമ്മുടെ ആൾക്കാരെ. ഇവിടെ ഞങ്ങളുടെ കുട്ടിയെ കരയിപ്പിച്ചവൻ ആരാടാ? ചെറിയ കുട്ടിയെ കരയിപ്പിച്ച വലിയ ആൾക്കാർ ഞങ്ങളാണോ? ഈ കുട്ടി ഇപ്പോഴാണ് നിങ്ങളെ കണ്ട് പേടിച്ചിരിക്കുന്നത്. കുറച്ച് സമയത്തിലെല്ലാം ശരിയാവുന്നേ. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ, നിങ്ങൾ പോയിക്കോളുന്നേ. ആ രാമസ്വാമി അവനോട് പറഞ്ഞേക്ക്, എന്റെ പെങ്ങളെ ആഗ്രഹിച്ചതാ, അവളെ കെട്ടിയാ മതിയാവൂ. അതല്ലാതെ മറ്റേതെങ്കിലും അഭ്യാസം കാണിച്ചത് വെച്ചോ അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ പണി തീരും, എനിക്ക് ഈ കാര്യം നന്നായി മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോളൂ. അവന് നന്നായി നോക്കിക്കോ. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ പോയിക്കോളൂ. അത്രേ ഉള്ളൂ. വരും. എടാ കർപ്പ, എന്റെ ചേച്ചിയെ നീ അങ്ങനെ കരയിപ്പിച്ചാലേ. ഓടിപ്പോയ പെണ്ണാത്മാവായി വന്ന് വിളിച്ചാലും, ചുറ്റുമുള്ള ഭൂതങ്ങൾ ഹലോ വന്ന് വിളിച്ചാലും, ഇടിവെട്ടി മഴ പെയ്ത് ഇടിമിന്നൽ അടിച്ചാലും, ചന്ദ്രമുഖി യക്ഷി വന്ന് ഡേറ്റിങ്ങിന് വിളിച്ചാലും, തലയ്ക്ക് കറണ്ട് കൊടുത്താലും മാറുകില്ല പേടി ഇവന്. പാവം, ഒരു കാര്യമില്ല. ബല ബല ഗോപാല ബല 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 ഗോപാല ബല 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 ഗോപാല ബല 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 ഗോപാല ബല ബല. എടാ ബാല, ഹേയ് കലകലാന്ന് കലക്കും, കുമ്മി അടിച്ച് കലക്കും. എടാ ബാല, എടാ ബാല, അമ്മേ, ബാല എവിടേക്കാ പോയേ? അമ്മയില്ല, പുറത്തു പോയിരിക്കുക. കലകലാന്ന് കലക്കും, കുമ്മി അടിച്ച് കലക്കും. വേണമെങ്കിൽ പറയൂ, എന്റെ കയ്യിലുണ്ട് നിറയെ. വാടാ. ഞാൻ വരില്ല. ഓ കുട്ടികളെ പോലെ കാണിക്കരുത്, എഴുന്നേറ്റ് വാടാ. ഞാൻ വരുന്നില്ല. എടാ നീ കൈ പിടിച്ചേ, ഇങ്ങോട്ട് എഴുന്നേക്ക്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന വാക്ക് കൊടുത്തിരിക്കുക. എടാ ശരിക്കും നീ എന്തിനുള്ള പുറപ്പാടാ? ആ പ്രേതങ്ങൾക്ക് എന്നെ ബലി കൊടുക്കാൻ പോവാണോ? എന്താ പറഞ്ഞ? ഞാൻ നിന്നെ കുടുക്കിയെന്നോ? നീയാടാ ഫോൺ ചെയ്ത് എന്നെ കുടുക്കിയത്? അതോ ഞാനാണോ നിനക്ക് ഫോൺ ചെയ്ത് വാ വാ എന്ന് പറഞ്ഞ് പിടിച്ചേ? അതോ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രേതങ്ങളെ പരിചയപ്പെടുത്തിയതോ? എന്നാൽ ഇത് ശരിയായില്ലടാ ബാല. അല്ല, അത് പ്രേതങ്ങളാണെന്നുള്ള കാര്യം നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചു? അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാടാ, പക്ഷെ എവിടെ? തട്ടും പുറത്ത് വെച്ച ഭക്ഷണം കാക്ക കൊത്തിയതുപോലെ എന്നെ കൊത്തി കൊത്തി പറിക്കായിരുന്നില്ലേ? ഒത്തിരി തല്ലി. എന്റെ ദൈവമേ, ആ ഗ്രാഫിക്സ് എനിക്ക് പറയാൻ പറ്റടാ. അവരെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നീ സത്യം മറന്നുപോയിരിക്കുക. എടാ അവറ്റകളെ പ്രേതങ്ങളാ, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? അമ്മയോട് പറഞ്ഞാലോ? എടാ ആ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വായ അടച്ചോണ്ട് ഇരിക്കുക ഇവിടെ. വാടാ. വേണ്ടടാ, എനിക്ക് പേടിയാവുന്നടാ. വേണ്ടടാ, പറയുന്നത് കേക്കടാ. എടാ പ്രേതങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ശരിയാവടാ, എന്നെ നോക്കി എനിക്ക് ശരിയായില്ലേ? വാ. എടാ പുറത്താരുമില്ല, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വാ. പുറത്താരും ഉണ്ടാവില്ല, പക്ഷെ അകത്തുണ്ടാവും. കണ്ടില്ലേ ഒരു ശബ്ദം വരുന്നത്? അകത്ത് ഡിസ്കോ ഡാൻസ് കളിക്കാന്നാ തോന്നുന്നേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. എടാ ഒന്നും ഇങ്ങോട്ട് വേഗം വാടാ.